നിങ്ങളെല്ലാവരും വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന ആളുകളാണ്. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ അപ്പുറത്തെ സൈഡ് നിങ്ങൾ നോക്കി നോക്ക്, ഇതുപോലെ വ്യത്യസ്തമായ സ്റ്റൈലിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതികളിൽ മറ്റുള്ളവർ മെസ്സേജ് അയക്കും പോലെ വ്യത്യസ്ത ഫോണ്ടുകളിൽ നിങ്ങൾക്കും ഏത് ഭാഷയിലും മെസ്സേജ് അയക്കാൻ സാധിക്കും. അങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റുന്ന രണ്ട് രീതിയാണ്, അതായത് രണ്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫോണ്ട് മെത്തേഡുകളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇനിയും മനോഹരമായിട്ട് അയക്കാവുന്നതാണ്. അത് ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഇത് തമ്പനെയിൽ കൊടുത്തിട്ട് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഇത് 1-ൽ നിൽക്കില്ല, അതുകൊണ്ടാണ് ഇത് ആദ്യം ഞാൻ രണ്ട് ഫോണ്ട് നമുക്ക് പഠിച്ചിട്ട് രണ്ട് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ട് വേർഡ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ട് ബാക്കിയുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത് അറിയാമെന്നുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്തവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക, കാരണം അവർക്കും കൂടെ ഒന്ന് ഉപകാരമായി മാറും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയുന്നത്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കിനോടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയങ്ങളായ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വാട്സപ്പ് മെസ്സേജിലാണ് ഇത് ചെയ്യാൻ സാധിക്കുക. അതിനായിട്ട് ഞാൻ ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ തന്നെ ഒരു ചാറ്റ് എടുക്കുന്നു എളുപ്പത്തിന് വേണ്ടി. എന്നിട്ട് ഇതൊക്കെ ഞാൻ പ്രാക്ടീസിന് വേണ്ടി ചെയ്തതാണ്. ഈ രണ്ട് രീതിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ബാക്കി ഒരു പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏത് വേർഡായാലും വലിയ വേർഡായാലും ചെറിയ വേർഡായാലും അത് കുറച്ച് ബോൾഡായിട്ട് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ഇപ്പം ഹായ്, ഹലോ, ഹൗ ആർ എന്ന് ഞാൻ ഇപ്പോൾ ഹായ് ഹലോ അറിയുമെന്ന് നോർമലായിട്ട് ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് സെൻഡ് ചെയ്യുന്നു. ഇത് ഞാൻ നോർമലായിട്ട് ടൈപ്പ് ചെയ്തതാണ്, വലിയ ബോൾഡും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ബോൾഡായിട്ട് ടൈപ്പ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൻ്റെ ജീബോർഡ് തന്നെ ഉപയോഗിക്കണം. ജീബോർഡ് ഇല്ലാത്ത ഫോണുകൾ, ഇപ്പോൾ ഇല്ലാത്ത ഫോണുകളായിട്ട് ഒന്നും തന്നെ പറഞ്ഞില്ല. എല്ലാ ഫോണിലും ഇമ്പോർട്ടായിട്ട് ഗൂഗിളിൻ്റെ ജീബോർഡ് തന്നെയാണ് പറഞ്ഞത്. ഇനി ഇല്ലാത്ത ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഗൂഗിൾ ജീബോർഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ തന്നെ ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. അത് അപ്ഡേറ്റ് ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അല്ല ഓപ്പൺ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടുന്നതാണ്. ഇനി ഇതിനെ തന്നെ ബോൾഡായിട്ട് ഞാൻ ഇപ്പം അടിച്ച സെൻറ്റൻസിനെ തന്നെ ബോൾഡാക്കാനായിട്ട് കീബോർഡിൻ്റെ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ ഓപ്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീബോർഡിൻ്റെ എല്ലാ ഓപ്ഷനും ലഭിക്കുന്നതാണ്. ഞാൻ പറയുന്ന ഈ ഓപ്ഷൻ നിങ്ങളെ കീബോർഡിൽ ഇങ്ങനെ മെനു എടുത്തിട്ട് ആ ഓപ്ഷൻ കാണിക്കുന്നില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി ബോൾഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സ്റ്റാർ ബട്ടൺ കണ്ടില്ലേ, സ്റ്റാർ ബട്ടൺ, ഇതാണ് സ്റ്റാർ ബട്ടൺ. എന്നിട്ട് നിങ്ങൾക്ക് ഏത് വേർഡാണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഏത് ടെക്സ്റ്റാണോ ബോൾഡ് ആക്കേണ്ടത് അത് അവിടെ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പം 3 വേർഡാണ്. ഹായ്, എന്ത് വേണോ ടൈപ്പ് ചെയ്യാം. മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ HE, അത് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഹലോ എന്ന് ഇങ്ങനെ സ്പേസ് ഇല്ലാതെ ഹൗ ആർ യു. വേണമെങ്കിൽ സ്പേസ് ഇടാം. ഓക്കെ, ഹായ് ഹലോ സ്പേസ് ഇട്ടിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കും.
എന്നിട്ട് വീണ്ടും നിങ്ങൾ സെൻറ്റൻസ് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കീബോർഡിൻ്റെ സിമ്പിൾസിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സ്റ്റാർ ബട്ടൺ വീണ്ടും അടിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്തത്, അതൊരു സെൻറ്റൻസ് ആണെങ്കിലും ഇനി സിംഗിൾ വേൾഡ് ആണെങ്കിലും അത് ബോൾഡായിട്ട് നല്ല ബോൾഡായിട്ട് മാറിയതായിട്ട് കാണാം. ഇങ്ങനെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് പലവരും വാട്സപ്പിൽ നല്ല ബോൾഡായിട്ട് മെസ്സേജ് അയക്കുന്നത്, അയക്കുന്നത്. ഇനി നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല ബോൾഡായിട്ട് നമ്മളെന്താണോ എഴുതുന്നത് അത് ഫസ്റ്റ് സ്റ്റാർ അടിക്കുക. ഇതുപോലെ ഫസ്റ്റ് സ്റ്റാർ അടിക്കുക. സ്റ്റാർ അടിച്ചതിന് ശേഷം എന്താണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ സിംഗിൾ വേൾഡ് ടൈപ്പ് ചെയ്യാണ്. ഇതുപോലെ എത്ര സെൻറ്റൻസ് വേണം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ വലിയ സെൻറ്റൻസ് ഒന്നും ചെയ്യുന്നില്ല. ഏതാണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ആ സ്റ്റാർ ബട്ടൺ അടിച്ചാൽ മതി. അടിച്ചാൽ ഉടനെ അത് ബോൾഡ് കളറിലേക്ക് മാറുന്നതാണ്, എത്ര വലിയ സെൻറ്റൻസ് ആണെങ്കിലും. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കാണോ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അക്ഷര മിസ്റ്റേക്ക് വന്നാൽ, അതിപ്പോൾ അക്ഷര മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഇപ്പോൾ ബോർഡിലൊക്കെ ആണെങ്കിൽ എഴുതിയിട്ട് വെട്ടാൻ പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ, ഞാൻ ഇപ്പോൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഞാൻ ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ അയാൾ കണ്ടിരുന്നു ഇതൊരു തെറ്റാണെന്ന് വിചാരിക്കുക. തെറ്റാണെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ അടുത്ത് വെട്ടിയിട്ട് അയക്കാൻ സാധിക്കും, എന്തെങ്കിലും നമ്മൾ തെറ്റയച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് ഇവിടെ കീബോർഡിൻ്റെ സിമ്പിൾസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സിമ്പിൾസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഓൾ സിമ്പിൾസിൻ്റെ. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു എസ്സിനെ മറച്ചിട്ടിട്ട് ഒരു സിമ്പൽ കാണാൻ സാധിക്കും, ഒരു പാമ്പ് പോലത്തെ ഒരു സിമ്പൽ. ഈ സിമ്പൽ ഇത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മോർ ഓപ്ഷൻ എടുത്തിട്ട് ഇതുപോലെ മോർ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ എല്ലാ സിമ്പിൾസും വരണതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ സിമ്പൽ കണ്ടുപിടിക്കാവുന്നതാണ്. എസ്സിനെ തിരിച്ചിട്ടിട്ട് പാമ്പ് പോലെ കിടക്കും ആ സിമ്പൽ. ഞാൻ ഇപ്പോൾ ആ സിമ്പൽ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഏത് വേർഡാണോ വെട്ടേണ്ടത്, അത് ഇംഗ്ലീഷ് വേൾഡ് ആണെങ്കിൽ മലയാളം വേൾഡ് ആണെങ്കിൽ, നിങ്ങൾ വലിയ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ വെട്ടാണ്ടത്, അവർക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാവാൻ വേണ്ടി വെട്ടാണ്ടത് ആ വേൾഡിലൊന്ന് ടൈപ്പ് ചെയ്യാം. ഇതുപോലെ സിംഗിൾ വേൾഡ് ടൈപ്പ് ചെയ്യാം. എന്ത് വേണോ ടൈപ്പ് ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബോൾഡായിട്ടും ടൈപ്പ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്തവരാണെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഓക്കെ, നല്ല കണ്ടന്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹലോ ഹായ് കിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ സാധാരണ പോലെ ആദ്യം ആ സിമ്പിൾ ഇട്ട് വന്നിട്ട് എഴുതി. ഇത് എന്നിട്ട് തെറ്റാണെന്ന് വിചാരിക്കുക. ഇത് തെറ്റ് ആണെന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ആ ഗ്രൂപ്പിലുള്ള അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേഴ്സണലായിട്ടാണെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും സിമ്പിൾസിൻ്റെ ഓപ്ഷനിലേക്ക് പോകാം. സിമ്പിൾസിൻ്റെ ഓപ്ഷനിൽ പോയതിന് ശേഷം ഇവിടെ മോർ സിമ്പിൾസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ആദ്യം അടിച്ച ആ സിമ്പിൾ തന്നെ അടിക്കുക. ആ സിമ്പിൾ അടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്തോന്നാണോ ഇപ്പോൾ ടൈപ്പ് ചെയ്തത് അത് വെട്ടായിട്ട് വന്നതായി കാണാം. നിങ്ങൾ എന്തോന്നാണോ ടൈപ്പ് ചെയ്തത് അത് വെട്ടായി വന്നതായിട്ട് കാണാം. ഇതും കൊണ്ടുള്ള പ്രയോജനം വളരെ 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 വലുതാണ്. കാരണം നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ തെറ്റിട്ട് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ ഓപ്ഷൻ സഹായിക്കും. ഇനി സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തരാണോ ടൈപ്പ് ചെയ്തത് അത് തെറ്റായിട്ട് അവർക്ക് സെൻഡ് ആവുകയും ചെയ്യും. ജസ്റ്റ് നിങ്ങളത് ചെയ്യാമല്ലോ. മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വീഡിയോ ഒരുപാട് ലെന്തായി, എന്നാലും കുഴപ്പമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ചിലവർക്ക്. തിരിച്ചിട്ട ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, എന്താണോ വെട്ടേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സിംഗിൾ സെൻറ്റൻസ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഓപ്ഷൻ തന്നെ മോർ ഓപ്ഷനിൽ പോയതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ മോർ സിമ്പിൾസിൽ പോയതിന് ശേഷം അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഫോണ്ട് എങ്ങനെയാണ് എത്ര വലിയ സെൻറ്റൻസ് ആയാലും ഫോണ്ട് എങ്ങനെയാണ് ബോൾഡ് ആക്കി ഈ എഴുതി മലയാളമാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ബോൾഡാക്കി എഴുതി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കി. ഇതിൽ ഇപ്പം ചിലർ കമൻ്റ് ഇടും കുറേ ലെന്തിയായി. എനിക്കറിയാം ലെന്തി ആയെന്ന്. ഞാൻ ചിലവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് 2 പ്രാവശ്യം ഈ കണ്ടന്റിന് എടുത്തത്. അപ്പോൾ ബോൾഡ് ടെസ്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിംഗിൾ സെൻറ്റൻസ് ആണെങ്കിലും ഡബിൾ സെൻറ്റൻസ് ആണെങ്കിലും നിങ്ങൾ സ്റ്റാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റാർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട വേൾഡ് നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ സ്റ്റാർ സിമ്പിളിന് അടിക്കുക. അപ്പോൾ അത് എന്താകുന്നതാണ്, ബോൾഡ് ആകുന്നതാണ്. പിന്നെ വിട്ടേണ്ടതാണെങ്കിൽ ആ എസ് മറിച്ചിട്ട സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനെന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്ന്. എസ് ഇതാക്കിയ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വിട്ടേണ്ട സെൻറ്റൻസ് അത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് സമമായിട്ട് ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ഫോണ്ടുകളും ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ കീബോർഡിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇനി അതൊരു പാർട്ട് 2 ആയിട്ട് ചെയ്യാം. എളുപ്പത്തിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അതും കീബോർഡിൽ തന്നെ. അതിൻ്റെ പാർട്ട് 2 ഇതിലൊന്നും പറയാത്ത വളരെ മനോഹരമായ ബോൾഡ് ടെസ്റ്റും ഇറ്റാലിക്ക് എങ്ങനെയാണ് ആക്കുന്നത്, ഒരു ടെസ്റ്റ് സാധാരണ ടെസ്റ്റ് എങ്ങനെയാണ് ഇറ്റാലിക്ക് ആക്കുന്നത്, ബോൾഡ് ഇറ്റാലിക്ക് എങ്ങനെയാണ് ഒരുമിച്ചാക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഇതിൻ്റെ പാർട്ട് 2 വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ലെന്തി ആയിപ്പോയെന്നറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക. ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിലെ ബെല്ലൈക്കണോടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അറിയാനുള്ള ആളാണ് കാണണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അറിഞ്ഞിടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും പ്രയോജനമായി. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ